ദനഹ 4-ാം വ്യാഴം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപത്തിന് പരിഹാരമായി നിഷ്കളങ്ക മൃഗങ്ങളെ ബലി കഴിക്കുന്ന നിഷ്ഠൂരമായ പാരമ്പര്യം നിത്യമായി അവസാനിപ്പിക്കാനാണ് ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാനുള്ള കുഞ്ഞാടാണവൻ എന്ന് യോഹന്നാൻ തിരിച്ചറിഞ്ഞെങ്കിലും എങ്ങനെയാണ് നിറവേറ്റപ്പെടുക എന്നത് അവനറിവില്ലായിരുന്നു. അവൻ ആഗ്രഹിച്ച ആ ഉത്ബോധം രഹസ്യമായി വയ്ക്കാതെ നഷ്ടം സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവനത് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഞാൻ കുറഞ്ഞാലും അവൻ വളരട്ടെ എന്ന് യോഹന്നാനെ പോലെ ചിന്തിക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും? അല്പം അയഞ്ഞു കൊടുത്താൽ തള്ളിക്കേറി നമുക്കിടയിൽ ഇല്ലാതാകുന്ന അനുഭവങ്ങൾ ചുറ്റുപാടുമുള്ളപ്പോൾ ബുദ്ധിയുള്ള ആരെങ്കിലും അതിന് തയ്യാറാകുമോ? ഇവിടെ അല്പം താണുകൊടുത്തതിനാൽ അവൻ്റെ 2 ശിഷ്യന്മാരാണ് തൽക്ഷണം അവന് നഷ്ടമായത്. ലോകത്തിൻ്റെ കണ്ണിൽ വലുതെങ്കിലും നിത്യരക്ഷയുടെ കൂടാരത്തിലേക്കാണ് അന്നവർ കടന്നു കയറിയത്. ആ കൂടാരത്തിൻ്റെ ഉറപ്പുള്ള പാറയായി ശിമിയോനെ യേശു ഭരമേൽപ്പിക്കുന്നതും നാം കാണുന്നു. ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നവനെ അനുഗമിക്കുകയും കൂടെ വസിക്കുകയും അനുഗമിക്കുകയും അവസാനം അവനു വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്യുന്നവനാണ് അവർ വിളിക്കപ്പെടുന്നത്. പവിത്രവും നിഷ്കളങ്കവും വിനീതവും നിസ്വാർത്ഥവുമായ ജീവിതം വഴി യേശുവിനെ പോലെ ജീവിക്കുകയും തങ്ങളെ തന്നെ മറ്റുള്ളവരുമായി ഉന്നമനത്തിനായി സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നാമും യേശുവിനെ പോലെ ദൈവത്തിൻ്റെ കുഞ്ഞാടാകും. ഓരോ ക്രിസ്ത്യാനിയുടെയും വിളിയാണത്.